അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കുറേ നാളായി ഹേനയും ഞാനും കൂടെ പറയണം കളർ ചെയ്യാണ്ട് കുറേ നാളെ ഇത് വാങ്ങി വെച്ചിട്ട്. അപ്പോഴാണെങ്കിൽ അവൾക്ക് മുട്ടം മടിയായത് കാരണം അവൾ പിന്നച്ചിയാന്ന് പറഞ്ഞിരിക്കും. ഇപ്പോഴും നടക്കില്ല. അപ്പോൾ എൻ്റെ മുടി ഇത്രയും വളർന്നു. അപ്പം ഞാൻ കരുതി അറ്റത്തൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി കൊള്ളൂലെങ്കിൽ നമുക്ക് അറ്റത്തുനിന്ന് വെട്ടിക്കളയാലും. അപ്പോൾ ഈസയും അമ്മയും ഹേനയും പൊക്കത്തുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ എനിക്ക് മാച്ച് ആവുമെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെല്ലാം ട്രൈ ചെയ്യണോ ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്രീൻ കളർ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടായവർക്ക് മനസ്സിലാവും ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ. ഇനി നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഗൈസ്. ഇതൊരു കണ്ടീഷണർ ആണ്. പിന്നെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഈ പാക്കറ്റ് ആദ്യം പൊട്ടിക്കാം. ഇതധികം മുടിക്ക് കൊള്ളൂല, മറ്റേ ബ്ലീച്ച്. അപ്പം മുടിക്ക് അധികം കൊള്ളൂല, നല്ല സ്മെല്ലുണ്ടാവും. നമ്മളധികം സ്മെല്ല് ചെയ്യരുത്. ഇത് ഉപയോഗിച്ച് മിക്സ് നല്ലപോലെ മിക്സ് ചെയ്യണം, എന്നാലേ സെറ്റാവും. ഇത് വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞ് ഇനി തുടങ്ങി ഇങ്ങനത്തെ സ്ട്രീക്ക് വരില്ല ഗൈസ്. ഇനി വരാൻ പോണത് ഇത്തിരി കൂടെ ബിഗായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. അത് നല്ല രസമുണ്ട് കാണാൻ. അത് ട്യൂബിലൊക്കെ ഇരിക്കും നല്ലത്. അതൊരു 400-300 സംതിങ് എന്തോ റേറ്റിൽ. ഇനി തുടങ്ങി അതേ വരത്തുള്ളൂ. എനിക്കൊക്കെ ഈ പാക്കറ്റ് തന്നെ ധാരാളം, കാരണം ഞാൻ അധികം പരത്തൂലല്ലോ. ബ്ലീച്ചറിനത് എന്താണെന്ന് വെച്ചാൽ ഈ കറുത്ത മുടിയിൽ കളർ പറ്റാൻ വേണ്ടിയിട്ടാണ് ബ്ലീച്ചർ. അല്ലാണ്ട് ചെയ്യണതൊക്കെ സലോണിലുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യുന്നു. ഇനി നമുക്ക് മുടി പാർട്ടീഷൻ ചെയ്യണം. ചകിരി പിടിച്ച മുടി രസമില്ല ഗൈസ്. അപ്പം നമുക്കൊന്ന് പുതുക്കിയെടുക്കാം. ഇത്രയും മുടി ചെയ്യാന്ന് കരുതുന്നു. കണ്ടില്ലേ ഈ 2 പോർഷൻസ്. ഇത് അങ്ങനെ കടി ഇങ്ങനെയൊക്കെ മുടിയാട്ടൻ എന്താ പുഷ്പരാജ് വരണ്ട താഴെ വരണ്ട താഴെ. ടാറ്റൊന്നും കൊണ്ടുപോയില്ല, ഞാൻ കുളിക്കണം. എനിക്ക് എന്നിട്ടേ കൊണ്ടുപോകാൻ കുളിച്ചിട്ട് വന്നോ. ഉച്ചട്ട് വരാട്ടാ. ഞാനപ്പോൾ ഇസബൂനെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഹേനക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇനി മനസ്സിലായില്ലെന്ന് എനിക്കറിയില്ല. മരം കുത്തിയിട്ട് സ്റ്റേ ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടേ. അപ്പം നമ്മുടെ കൈക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മുടിക്കൊന്നും കൊള്ളൂല സത്യം പറഞ്ഞു, പക്ഷെ ഞാൻ ചെയ്യും. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. തുമ്പത്തായതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ ചെയ്യുന്നത്. ഹേന കണ്ടാലും എന്ന് പറയും. അപ്പം എനിക്ക് ബ്ലീച്ച് തരില്ല. അവളാണെങ്കിൽ വേറെ ചെയ്യാം. നമുക്കിപ്പോൾ അവള് ബന്നിന് മുമ്പ് ചെയ്യാം. ഇച്ചിരി ഡൗട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. സരില്ല സൈഡിലെല്ലായിടത്തും ആക്കി ഈ സൈഡിലാക്കാം. ആദ്യം ഈ പൊക്കത്ത് എന്തോ കയ്പൊക്കെ അടിച്ചതാണ്. ഇനി ഞാൻ തേച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ 2 സൈഡിലും ബ്ലീച്ച് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങട്ടെ, അപ്പോഴേക്കും അവർ വരുമായിരിക്കും. ഇപ്പോൾ ഒരു 5-10 ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് ഇത് ഉണക്കാൻ വയ്ക്കണം. കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇപ്പുറത്തായി വരുന്നുണ്ട്. ഈ ബോറടിക്കുന്നു. ഇനി നമുക്ക് പൊക്കത്തേ നോക്കിയാലോ. അപ്പോൾ അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എല്ലാം ചെയ്തിട്ട് പൊക്കത്തേട്ട് നിൽക്കാം. ഇത് കഴിയുമ്പോൾ ഹേനക്ക് അടിക്കണമെന്ന് പറയും. ഹേനക്ക് ഇപ്പോൾ പനിയായിട്ടിരിക്കണോണ്ട് ചില പഠിക്കൂല ഗൈസ്. കുളിച്ചിട്ട് വരേട്ടാ. കുളിച്ചേ എന്താണ് ആട്ട പോകണ നോക്കിക്കണേണോ? എനിക്ക് കുളിക്കണം. എനിക്ക്
എല്ലാ സർപ്രൈസ് ഉണ്ട്. അവിടെ നോക്കി എന്തെന്താ നമുക്കെന്താണ് വീഡിയോ പിടിച്ചിരിക്കണത് എന്താ കാര്യം പറയണേ? എന്ത് കാര്യം? അതേ വലിയ കാലത്തെ കളിക്കാം. പൊക്കത്തോട്ട് ഇങ്ങനെ വന്നപ്പോ ഞാൻ വിളിച്ച് ചായയും കൊണ്ട് തന്നെ വെള്ളപ്പോഴേ ഞാൻ കപ്പിന് ചായയും കൊണ്ട് സന്തോഷിച്ചപ്പോ നോക്കിയപ്പോ ഫോണും കൊണ്ട് കളിക്കാനാണ്. അതെന്റെ പുതിയ ഫാഷനാ, കൊള്ളാമോ? This is so yummy lava cake. Only 40 rupees. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ലൊരു ഇതാണ്. ഇസക്ക് കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഇസ കഴിക്കില്ല. ഇസക്ക് ഇഷ്ടമല്ല. നമ്മളടുത്ത് നോക്കും പിന്നെ കഴിക്കില്ല. ഇത് കണ്ടോ? നിനക്ക് തിന്നാൻ പാടില്ല. ഇത് ഇച്ചാണ്. ഇച്ചാണിത്. ഇങ്ങനെ വരും. നമ്മൾ കണ്ടിട്ട് ലാവാക്കി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇസക്ക് ഇഷ്ടമല്ല. ഇസക്ക് ഞങ്ങൾ ബിക്കറ്റ് കൊടുത്തു അല്ലേ ഇഷ? ഇച്ചയാണ് ഇസക്ക്. എൻ്റെ മേത്തക്കൈ ഗൈസ്. അപ്പോൾ നമ്മുടെ മുടി ഇത്രയും കളറായിട്ടുണ്ട്. നമ്മൾ എത്ര നേരം വെക്കുന്നോ അത്രയും നേരം ഇങ്ങനെ ബ്ലീച്ച് ഇതായിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിത് കഴുകി കളയാം, എന്നിട്ട് നമുക്ക് ബാക്കി. അപ്പം ഇസബു എന്നെ നോക്കിക്കണേ, എനിക്ക് ഈ കോലത്തിൽ എങ്ങനെ നടക്കാൻ പോകാൻ പറ്റും കൊച്ചേ? ഇസബു. അപ്പം നമുക്കിത് കഴുകി കളഞ്ഞിട്ട് മറ്റേ കളറിടാം. അതാണ് മെയിൻ പരിപാടി നമ്മുടെ. അങ്ങനെ ഞാനിവിടെ മാത്രം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കണം. നല്ല ടാസ്ക് ഉണ്ട്. ഇനി നമുക്കിത് ഉണക്കാം. പിടിച്ചിരുന്നിത്തിരി ഞാൻ അധികമൊന്നും തേക്കണില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അടിയിലെ തേക്കണുള്ളത്. അപ്പോൾ നമുക്ക് മുടി അഴിക്കുമ്പോൾ എന്തായാലും കാണില്ല. നമ്മളിനി ഇതിലാണ് കളർ ചെയ്യാൻ പോണത്. ഇനിയാണ് നമ്മൾ കളർ ചെയ്യാൻ പോകുന്നത്. ഇത് മൊത്തം നമ്മളിനി ബ്ലൂ ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ബ്രൗൺ മുടിയാക്കി ഇപ്പോൾ ഈ കളറായി. ഇനി ഇത് ഉണങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുള്ളൂ. കംപ്ലീറ്റഡ്. ഇനി ഒരു 30 മിനിറ്റും കൂടെ നോക്കണം. അപ്പോഴേക്കും ഹേന വരുമായിരിക്കും. അപ്പോൾ നമുക്ക് കുളിച്ച് സെറ്റാം. അമ്മ അവിടെ ഐസേന നടക്കാൻ കൊണ്ടാത്തതിന് തെറിയറിയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകണം ഇത് കഴിയുമ്പോൾ. ഹേന ഇപ്പോഴും പൊക്കത്ത് തന്നെ നിൽക്കുന്നതാണ്. പിന്നെ അമ്മ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്ത് കഴിയുന്നത്. ഞാനിതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. പിസ്സ എന്നെ വെയിറ്റ് ചെയ്ത് ഉറങ്ങിപ്പോയി. നമുക്ക് ഇത് കഴുകാം. ഹേന വരുന്നുണ്ടേ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അറിയണില്ല, കണ്ട പ്ലെയിനാണ്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് അവരുടെ ഒരു ഇത് കാണാം ഗൈസ്. പക്ഷെ ഇപ്പോൾ ഒന്നും അറിയാണ്ടല്ലോ, കണ്ട പ്ലെയിൻ ബ്ലാക്ക് പോലെ ഇരിക്കും. പക്ഷെ ഇവിടെ ഒരു ഇതെന്താണ് പച്ച കളറാണ്. പച്ച കളറൊക്കെ വന്ന് ഞാൻ നീല കളർ അടിച്ച, പക്ഷെ പച്ച കളറൊക്കെ വന്ന് ഉണങ്ങി കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. നോക്കാം നമുക്ക്. ഇതാണ് ഗൈസ് അപ്പോൾ റീൽ വേഴ്സസ് റിയൽ. നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. നീല കളറെന്ന് പറഞ്ഞിട്ട് പച്ച കളർ തേക്കണം. ഇതിൽ കാണിച്ചേക്കണത് നീല കളർ, ഇതിൽ വന്നേക്കണത് പച്ച കളർ. ചിലപ്പോൾ എനിക്കൊന്ന് 2 ദിവസം കഴിയുമ്പോൾ സെറ്റാവുമായിരിക്കും. നമുക്കിനി
അവരെ കാണിച്ചു നോക്കാം. വലിയ ഗുണമൊന്നുമില്ല ഗൈസ്. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. ചെറുതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഉണങ്ങി കഴിയുന്തോറും അത് നീലയിട്ട് എടുത്തെടുത്ത് വരുന്നു. ബാക്കിൽ അറിയണില്ല അധികം കണ്ടാ ജസ്റ്റ് ഇവിടെ അറിയും. ഞാൻ ഏറ്റവും അടിയിലത്തെ മുടിയിലാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ വരും. തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി കളിക്കാം. പിന്നെയും വീഡിയോ കൊണ്ട് എന്താണ് നിനക്ക്? നിനക്കെന്താ കണ്ണ് കാണുന്നില്ല? നിനക്ക് നല്ല പ്രത്യേകം ഉണ്ടാവും. എന്താടി കളർ ചെയ്ത് തേടി പച്ച കളർ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു? നീ പച്ച നീലാന്നിട്ടോ ഇതിന് പച്ച കളറുള്ള വന്നേക്കണത്. നീലടി ഞാൻ വെച്ചത്. അതെന്താണ് നീല തേച്ചിട്ട് പച്ച വന്നേക്കണ? പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു. പച്ചത്തവള ചാടി ചാടി പോകുന്നു. ഞാൻ നീലടി ചെയ്തത്. പച്ച കളർ വന്നേക്കണം. ഊമ്പിപ്പോയി. എനിക്കറിയാം ഞാൻ കൊളായി പോയാലാന്ന് കരുതി ഞാൻ അടിയിൽ അല്ലെങ്കിൽ തുമ്പത്തൊക്കെ തേക്കണം. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഗ്രീനാ നമ്മ നേരത്തെ അടിച്ചത്. ഇതൊക്കെ പക്ഷെ ഗ്രീനല്ലേ? ഇത് നോക്ക് നീ. ജം കണ്ട ബ്ലൂ ആണിത്. അതെ, ഇടണ്ടവരുടെ നേരത്തെ ഇടുമ്പോളെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇതില് കുറച്ച് ബ്ലൂ ഉണ്ട് കറക്റ്റാ, പക്ഷെ നേരിട്ട് കാണാൻ കറക്റ്റ് പച്ചയാണ് ഗൈസ്. ഒരു കാര്യമില്ല, നമ്മുടെ നാച്ചുറൽ ഹെയർ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഒരു കാര്യം കഴിഞ്ഞപ്പോ ഇനി 2 ദിവസം കഴിയുമ്പോ ബ്ലൂ ആവും. കളറാണ് നേരിട്ടാണ് ക്യാമറയിൽ ചെറിയ ബ്ലൂഷ്. ഇല്ല, 2 ദിവസം കഴിയുമ്പോ ഇനി ഇച്ചിരി ഫെയ്ഡ് ആവും. അപ്പൊ സൂപ്പറാവും. അപ്പൊ നമ്മള് പാതിരാത്രി നടക്കും. പക്ഷെ പാതിരാത്രി ഒന്നും ആയിട്ടില്ല, ഒരു 7 മണി. ഞാൻ ശബുരം നടക്കാൻ കൊണ്ടല്ലോ, അല്ലെങ്കിൽ അവളെ എന്നെ ഇവിടെ ഇരുത്തൂല ഗൈസ്. ബാബാ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.